ഹലോ എവ്രി വൺ, ഞാൻ ഡയറ്റീഷ്യൻ സരിക വേണുഗോപാൽ. മില്ലറ്റ്സിൻ്റെ കാറ്റഗറിയിൽ ജോവർ അഥവാ മണിച്ചോളം, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഒരു മില്ലറ്റിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ഈ സ്വർഗം അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു മില്ലറ്റ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് എടുത്തു പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജോവർ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മില്ലറ്റാണ്. ഇതിൻ്റെ ഫൈബർ റേഷ്യോ ആണ് അതിൻ്റെ റീസൺ. ഫൈബറിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സ്റ്റെബിലൈസ് ചെയ്യാനും, അല്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ജോവറിന് നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്. ഫൈബറിൻ്റെ റേഷ്യോ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക് ജോവർ ഭയങ്കര ബെനിഫിഷ്യലാണ്. ഒബിസിറ്റി, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്, അമിതവണ്ണമുള്ള ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജോവർ എന്ന് പറയുന്ന സാധനം വളരെ ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്താഴത്തിന് പകരം ഇപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചോറോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോവറിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ചപ്പാത്തി ആയിട്ടോ റോട്ടി ആയിട്ടോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പോറിഡ്ജ് ആയിട്ടോ ഉപ്മാവായിട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് ജോവർ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാവുന്ന ആളുകൾക്ക് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സസ് ആയിരിക്കും. ഇനി എടുത്തു പറയേണ്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോട്ടീൻ റേഷ്യോ ആണ്. പ്രോട്ടീൻ റേഷ്യോ വളരെ ഹൈ ആണ്. നോർമലി നമ്മൾ വീറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ റേഷ്യോ ഏകദേശം ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് മുളപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രോട്ടീനൊക്കെ അക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോവർ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും വെയിറ്റ് മെയിൻ്റനൻസിൻ്റെ ഫേസിലാണെന്നുണ്ടെങ്കിലും ഡയബറ്റിക് മെയിൻ്റനൻസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ഫൈബർ റേഷ്യോ കൂടുതലുണ്ട് എന്ന് ഞാൻ എടുത്തു പറയുകയും കൂടി ചെയ്തിരുന്നു. അയണിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജോവറിനകത്ത് പൊതുവേ മില്ലറ്റ്സിൻ്റെ അകത്ത് കുറച്ച് ഹൈ ആണ്. അത് ജോവറിൽ എസ്പെഷ്യലി ഹയർ ആയിട്ട് നിൽക്കുന്നതാണ്. ഇനി എടുത്ത് പറയുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ സീലിയാക് ഡിസീസസോ സ്റ്റൊമക്ക് ഇറിറ്റേഷൻസോ ഒക്കെ ഉള്ള ആളുകൾക്ക് വയറിന് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസും വരാതെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് ജോവർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ന്യൂട്രിയൻ റേഷ്യോ നോക്കാനാണെങ്കിൽ ഫൈബർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഫൈബറിൻ്റെ റേഷ്യോ. അതുകൊണ്ട് തന്നെ ഒബിസിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ, അമിത വണ്ണമുള്ള ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ജോവർ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി റേഷ്യോ അച്ചീവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ജോവറിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾക്കും ഫൈബറിൻ്റെ റേഷ്യോ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ജോവർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വൈറ്റമിൻ B3 അഥവാ നയസിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് വളരെ ഹൈ ആയിട്ടുള്ളൊരു ഫുഡ് പ്രോഡക്റ്റാണ് ജോവർ. അത് നമ്മുടെ സ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ B3 അല്ലെങ്കിൽ നയസിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ്. ഇതുപോലെ തന്നെ ബ്ലഡിൽ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന ബാഡ് കൊളസ്ട്രോളിൻ്റെ റേഷ്യോ കുറയ്ക്കാനായിട്ട് ജോവറിന് നല്ല കപ്പാസിറ്റിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷനുള്ള ആളുകൾക്കൊക്കെ ധൈര്യമായിട്ട് നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് ജോവർ എന്ന് പറയുന്നത്. ഈ LDL കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ, HDLൻ്റെ റേഷ്യോ കൂട്ടാനും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽസ് മാനേജ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതായത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ റേഷ്യോ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു സൂപ്പർ ഫുഡിന് ഒരുപാട് ഹെൽപ്പ് നമുക്ക് തരാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുമാതിരിപ്പെട്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും ഡെൻസ് പാക്ഡ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ് ജോവർ. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാഗ്നീഷ്യമാണ്. മാഗ്നീഷ്യം കൂടുതലുള്ള വളരെ ചുരുക്കം ഫുഡുകളിൽ പെട്ടതാണ് ജോവർ എന്ന് പറയുന്നത്. മാഗ്നീഷ്യത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മാഗ്നീഷ്യം കൂടുതൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് കാൽഷ്യമിൻ്റെ അബ്സോർപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് ബോഡിയിൽ. അപ്പോൾ കാൽഷ്യം അബ്സോർപ്ഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രിക്കോഷണറി മെഷർ എന്ന രീതിയിൽ നമുക്ക് ജോവർ ഇൻക്ലൂഡ് ചെയ്യാം. ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ല് തേയ്മാനം എന്ന് പറയും. അപ്പോൾ കാൽഷ്യമിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലിനും പല്ലിനും ഹെയറിനും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. 48 അവേഴ്സിന് മേലെ സമയമെടുത്ത് സ്പ്രൗട്ടഡ് ആക്കിയിട്ടുള്ള ജോവറാണ് ഇപ്പം നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല രീതിക്ക് 48 അവേഴ്സ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് സ്പ്രൗട്ടഡ് ഫോമിലേക്ക് മൂവിങ് ചെയ്തിട്ടുള്ള സ്പ്രൗട്ടാണിത്. സ്പ്രൗട്ട് ചെയ്ത് നമ്മൾ ജോവർ അല്ലെങ്കിൽ ഈ ഒരു മില്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളതൊരു തോട്ട് ഉണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ.
ആൻറ്റി ന്യൂട്രീഷണൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ നമ്മളുടെ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ റേറ്റിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ റേഷ്യോ സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് ജനറലി ഫുഡിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രൗട്ട് ചെയ്ത മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നോർമലി ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പ്രൗട്ട് ചെയ്തിട്ട് നമ്മൾ ജോവർ ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ന്യൂട്രീഷണൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ റേഷ്യോ കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇത് കുറയുന്നതിനനുസരിച്ച് പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള മിനറൽസ് ലൈക്ക് പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, സിങ്ക്, അയൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മിനറൽസിൻ്റെയും റേഷ്യോ ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്. കുറച്ചും കൂടി ഇൻഹിബിറ്റേഴ്സിൻ്റെ റേഷ്യോ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയിലേക്ക് ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ റേഷ്യോ എപ്പോഴും ഹയർ ആയിട്ടാണ് കാണുന്നുണ്ടാവുക. ഇനി ഇതൊന്നുമല്ലാതെ സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ജെർമിനേഷൻ നടക്കുന്ന സമയത്ത് ജനറലി ഇതിൻ്റെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ബെനിഫിഷ്യൽ ന്യൂട്രിയൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ റേഷ്യോയിലേക്കാണ് പോവുക. അതുപോലെ തന്നെ സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻസിൻ്റെ അബ്സോർപ്ഷൻ റേഷ്യോ കൂടുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ജനറലി പുതിയ കുറച്ച് അമൈനോ ആസിഡ്സും അതുപോലെ പെപ്റ്റൈഡ്സും ഒക്കെ റിലീസ് ചെയ്യുന്നത് കൂടുതലാവുകയാണ് ഫുഡിലേക്ക്. അപ്പോൾ എഗെയിൻ പ്രോട്ടീൻ ന്യൂട്രിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഹയർ റേഷ്യോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രോട്ടീൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുകയാണ് സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ പോളിഫിനോൾസിൻ്റെയും ടാനിൻസിൻ്റെയും ഒക്കെ കണ്ടൻറ്റ് ജനറലി സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് ഫുഡിൽ കുറഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക. ഇതൊക്കെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഈ മില്ലറ്റ്, ജോവർ എന്ന് പറയുന്ന മില്ലറ്റിൻ്റെ ക്വാളിറ്റി ഡബിൾ ആക്കുന്നതാണ് സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത്. ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് നമുക്ക് ഈ പറഞ്ഞ മില്ലറ്റിനെ റെഡി ടു യൂസ് എന്നൊരു ഫോമാറ്റിൽ നല്ല വൃത്തിയായി കഴുകി മുളപ്പിച്ച് അത് ഉണക്കി പൊടിച്ച് നമ്മളുടെ മുമ്പിൽ പുട്ടുപൊടിയായിട്ടും അതുപോലെ ദോശപ്പൊടിയായിട്ടും അല്ലെങ്കിൽ ദോശമാവായിട്ടും ഉപ്മാവായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഈസി ടു ആക്സസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ള ഫാമിലീസാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം അണ്ടർഗോ ചെയ്ത് ഈ സാധനം റെഡിയാക്കി നമ്മളുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡിൻ്റെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു യൂസ് എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് മേടിച്ച് ഈസി ആയിട്ട് നമുക്കൊരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിലേക്കോ ഹെൽത്തിയർ ഡയറ്റ് ഹാബിറ്റ്സിലോട്ടോ ഒക്കെ മൂവ് ഇൻ ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ഈസ് ഹാപ്പിനെസ് എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ് ഹെൽത്ത് വഴി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതിനും ഒരു പരീക്ഷണം കൊടുക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.